LDF 3.0 തന്നെ വരുമെന്നാണ് CPM നേതാക്കൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അത് മുന്നിൽ കണ്ടാണ് പ്രചരണം നടക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് മിഷൻ 110 എന്ന ലക്ഷ്യവുമായിട്ട് നീങ്ങുന്നു. ഈ മിഷൻ 110 എന്ന് പറയുന്നതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഇല്ലേ? എന്തായിരിക്കും ആ പൊളിറ്റിക്സിലൂടെ? മിഷൻ 110 എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങൾ എന്നുള്ളതാണ് ഈ 110 എന്ന് പറയുന്നത്. ഒരു 115 മണ്ഡലത്തിൽ ഹിന്ദു ഭൂരിപക്ഷം തന്നെയാണ്. 25 മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണെങ്കിലും അതിൻ്റെ അകത്ത് ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങൾ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 110 എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ് ഇതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ 50% കൂടുതൽ വരുന്ന മണ്ഡലങ്ങൾ. അപ്പൊ ഹിന്ദു മണ്ഡലങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നാണ് ഈ പിണറായി വിജയൻ പറയുന്ന മിഷൻ 110 110ന്റെ പ്രസക്തി. അല്ലെങ്കിൽ 110 എന്ന് പറയണ്ടല്ലോ. നേരത്തെ സുനിജി പറഞ്ഞ പോലെ 3.0 എന്ന് പറഞ്ഞാൽ പോരെ. 110 എന്ന് പറഞ്ഞ സംഖ്യക്ക് എന്ത് പ്രസക്തി? ജോത്സ്യൻ പറഞ്ഞ സംഖ്യയാണോ എന്നുള്ളതാണല്ലോ. ജോത്സ്യത്തിലൊക്കെ വിശ്വാസം ഉണ്ടായി വരുമല്ലോ. ഈ മാർക്സിസ്റ്റുകൾ ബൂർഷ്വകളാവുമ്പോൾ ജോത്സ്യത്തിലും വിശ്വാസം വരും. അധികാരം രക്ഷിക്കേണ്ടി വരും, സമ്പത്ത് രക്ഷിക്കേണ്ടി വരും. അപ്പൊ ജോത്സ്യന്റെ സഹായം വേണ്ടി വരും. ഒന്നുമില്ലാതിരുന്ന പ്രോലിറ്റേറിയറ്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ജോത്സ്യന്റെ സഹായം വേണ്ട, ഒന്നും സംരക്ഷിക്കാനില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ജോത്സ്യനോട് ചോദിച്ചിട്ട് ഈ ന്യൂമറോളജി പ്രകാരമാണോ ഈ 110 എടുത്തിരിക്കുന്നതെന്ന് അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനൊരു ഭാഗം കൂടി ഇതിലുണ്ടോ എന്നുള്ളത് ഈ മറ്റേ സഖാക്കളുടെ അടുക്കളയിലൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ 110 ഹിന്ദു ഭൂരിപക്ഷം എന്നുള്ള സ്ട്രാറ്റജി എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കും വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് മുസ്ലിം വിരുദ്ധത പറയിക്കുക, AK ബാലനെ കൊണ്ട് മുസ്ലിം വിരുദ്ധത പറയിക്കുക. അപ്പം മുസ്ലിം കൺസോൾട്ടേഷൻ എന്തായാലും അതുപോലെ ക്രിസ്ത്യൻ കൺസോൾട്ടേഷനും UDFന് അനുകൂലം ഉണ്ടാവും എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് വളരെ വ്യക്തമാണ്, അല്ലേ? ആ ന്യൂനപക്ഷ ധ്രുവീകരണം മറ്റേ UDFന്റെ കൂടെയാണെന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം കൊണ്ട് മാത്രമേ ഈ 3.0 എന്ന് പറഞ്ഞ ലക്ഷ്യം സാധിക്കുക എന്നൊക്കെ പറഞ്ഞൊക്കെ യാഥാർത്ഥ്യ ബോധം ഇല്ലാത്തതാണ്. എവിടെയെങ്കിലും ഇത്തിരിയെങ്കിലും തൊടാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു ശ്രമം നടത്തണമെന്നുണ്ടെങ്കിൽ ഹിന്ദു ധ്രുവീകരണം വേണം. അതുകൊണ്ടാണ് ഇനിയും ഈ മുസ്ലിം വിരുദ്ധത പലരെ കൊണ്ടും പറയിച്ചു എന്നൊക്കെ വരും. ഇപ്പൊ ബാലൻ പറഞ്ഞല്ലോ, ഇനി വിജയരാഘവനെയും കൂടിയൊക്കെ കളത്തിലിറക്കിയാൽ പോരെ. അപ്പൊ ഈ സമയത്ത് നമുക്ക് നോക്കാവുന്നത് ഇതിൽ എത്രമാത്രം ഇതൊരു ഇരട്ടത്താപ്പല്ലേ, ഇതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് അത് നോക്കണമല്ലോ. അതിന് ജമാഅത്തെ ഇസ്ലാമിയും ഈ CPM തമ്മിലുള്ള ബന്ധം ശരിക്ക് ചരിത്രപരമായി എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാൽ വളരെ വ്യക്തമാണ്. പല കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിക്കുന്ന ദേശാമാനിയുടെ മുഖപ്രസംഗം കൂടി ഞാൻ നോക്കുമ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെ തീയതിയും കാര്യങ്ങളും ഒക്കെ പറയാം. അപ്പോൾ CPM-മായി പലയിടത്ത് വെച്ചും ജമാഅത്തെ ഇസ്ലാമി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അടുത്ത കാലത്ത് മുഖ്യമന്ത്രി സമ്മതിച്ചതാണല്ലോ. അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് AKG സെന്ററിൽ വെച്ചായിരുന്നു ചർച്ച എന്ന് പറഞ്ഞതാണ്. ചർച്ച 2011 മാർച്ച് 31-ാം തീയതി 2011 മാർച്ച് 31-ാം തീയതി ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലായിരുന്നു എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമി അവരുടെ രേഖകളൊക്കെ നോക്കി പറയുന്നതാണ്. അന്നത്തെ അമീർ T ആരിഫ് അലി, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഇവർ രണ്ടുപേരുമാണ് അന്ന് പിണറായി വിജയനുമായിട്ടുള്ള ചർച്ചയിൽ ആലപ്പുഴയിൽ പങ്കെടുത്തതെന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ആയ ശിഹാബ് പൂക്കോട്ടൂർ ഈ പഴയ കഥകളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞങ്ങളുമായിട്ട് അങ്ങനെ ചർച്ചയൊക്കെ നടന്നു, പക്ഷെ ഞങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്തിട്ടില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞു എന്നാണ്. അതിന് ഞങ്ങൾ പിണറായി വിജയനോട് സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്നാണ് ശിഹാബ് പൂക്കോട്ടൂർ പറയുന്നത്. അത് ഈ നല്ല സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയാണോ CPM എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വോട്ട് ചോദിച്ചു അത് ഞങ്ങളോട്,
CPM. അത് ഞങ്ങൾ കൊടുത്തു. ആ. ആണ് ജമാഅത്തെ ഇസ്ലാമി വെറുതെ കൊടുത്തതല്ല, ചോദിച്ചിട്ട് കൊടുത്തതാണ്. CPM ചോദിച്ചു, ആവശ്യപ്പെട്ടു, ഞങ്ങൾ കൊടുത്തു. അപ്പോൾ സംഘടനയെ, ഈ ജമാഅത്തെ ഇസ്ലാമിയെ ആ കാലത്ത് നിരോധിച്ചതിൽ കോൺഗ്രസ് നിരോധിച്ചിരുന്നു. കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. അതിൽ കോൺഗ്രസിനോടുള്ള പ്രതിഷേധം കൊണ്ട് 1996 CPM-ന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഈ മുമ്പ് ഈ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതിൽ ചെന്നിത്തലയ്ക്ക് എന്തിനാണ് വേവലാതി എന്ന് പഴയങ്ങാടി പിണറായി വിജയൻ പ്രസംഗിച്ചതായിട്ട് പഴയ പത്രവാർത്തകൾ കാണാം. കണ്ണൂരിലെ പഴയങ്ങാടിയിലെ ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ചെന്നിത്തലയ്ക്ക് എന്തിനാണ് വേവലാതി എന്ന് പിണറായി ചോദിച്ചതായിട്ടൊരു പത്രവാർത്തയും കാണാം. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പില് CPM-ന് ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചതും നമുക്ക് പഴയ പത്രങ്ങളിൽ കാണാം. ആ വാർത്ത മുഴുവൻ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാവുന്നതുമാണ്. വയനാട്, പൊന്നാനി ഒഴികെയുള്ള സ്ഥലങ്ങളിൽ CPM-ന് പിന്തുണ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അന്നത്തെ പ്രഖ്യാപനം. അപ്പോൾ അത് പ്രഖ്യാപിച്ചിരിക്കുന്ന അന്നത്തെ അമീർ T. ആരിഫ് അലിയാണ്. സാമ്രാജ്യത്വം, തീവ്ര ഹിന്ദുത്വം എന്നിവയെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ശശി തരൂരും KV തോമസും കോൺഗ്രസിന് ഭാരമാണ് എന്നും ആ പ്രസ്താവനയിൽ കാണാം. ജമാഅത്തെ ഇസ്ലാമി ശശി തരൂരിനെയും KV തോമസിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. E. അഹമ്മദ് ആണവ കരാറിൽ ലീഗിന്റെ നിലപാട് അട്ടിമറിക്കുകയാണ് ചെയ്തത് എന്നും അന്ന് പറഞ്ഞിട്ടുണ്ട്. അഹമ്മദിനെതിരെയും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനും NDAയ്ക്കും ഭൂരിപക്ഷം കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് പൊന്നാനിയിലും വയനാട്ടിലും UDF-ന് മുസ്ലിങ്ങൾ ലോക്സഭയിൽ എത്തിക്കോട്ടെ, അതുകൊണ്ട് ഞങ്ങൾ പൊന്നാനിയിലും വയനാട്ടിലും UDF-ന് വോട്ട് ചെയ്യുന്നുള്ളതായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. രണ്ട് മുസ്ലിങ്ങൾ ജയിച്ചവിടെ MP-മാരായിക്കോട്ടെ, അതുകൊണ്ടാണ് പൊന്നാനിയും വയനാടും ഒഴികെ ബാക്കിയുള്ളിടത്ത് CPM-നോ LDF-നോ. ഇത് 2009 ഏപ്രിൽ 3 പത്രത്തിലാണ് ഈ പ്രഖ്യാപനം കാണുന്നത്. 1996 ഏപ്രിൽ 22 അന്നത്തെ ദേശാഭിമാനി മുഖപ്രസംഗം ഞാൻ ഇന്നലെ എടുത്ത് നോക്കി. 1996 ഏപ്രിൽ 22 ദേശാഭിമാനി മുഖപ്രസംഗം. അതിൻ്റെ ശീർഷകം തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ. ഇതാണ് മുഖപ്രസംഗത്തിന്റെ ശീർഷകം. 2 തീരുമാനം ഏതാണെന്നറിയോ? അന്ന് കത്തോലിക്ക സഭയുടെ, 2 ജമാഅത്തെ ഇസ്ലാമിയുടെ. ഇതിനെ രണ്ടിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് CPM പറയുന്ന മുഖപ്രസംഗമാണ് അത്. CBCI, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, അവരുടെ പ്രസ്താവന, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസ്താവന. ലോക്സഭ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചാണ് അന്ന്. അതിൽ ഇടതു മുന്നണിക്ക് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യും എന്നുള്ള പ്രഖ്യാപനം. കോൺഗ്രസിനും ഫാഷിസത്തിനും എതിരെ നിൽക്കും എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് നല്ലത് എന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അന്ന് ഈ ടാഡ നടപ്പാക്കിയിരുന്നല്ലോ കോൺഗ്രസ്, അതിനെതിരെയാണ് ജമാഅത്തെ ഇസ്ലാമി നിലപാടെടുത്തത്. മുസ്ലിം ലീഗും PDP-യും എടുത്തിട്ടുള്ള നയത്തിനൊക്കെയുള്ള വിരുദ്ധമായ നയമാണ് അന്ന് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചിരുന്നത്. അന്ന് പക്ഷെ ജമാഅത്തെ ഇസ്ലാമി നിലപാടുമൊക്കെ ഉണ്ടെങ്കിലും ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട് വലിയ വോട്ടൊന്നും കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കില്ല, വെറുതെ പർവ്വതീകരിക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. ലീഗിന് തന്നെ 9% വോട്ടേ കിട്ടുന്നുള്ളൂ. ആണല്ലോ, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ 9% മുസ്ലിം ലീഗിന്റെ വോട്ട് എന്ന് പറഞ്ഞാൽ ജനസംഖ്യാനുപാതികമായിട്ടുള്ളത് കിട്ടുന്നില്ലല്ലോ. അവരുടെ 27% അവരുടെ ജനസംഖ്യയുണ്ട്. അപ്പൊ 40% മുസ്ലിങ്ങളും കോൺഗ്രസിനോ CPM-നോ, വേറെ ലീഗിനല്ല. തെക്ക് ലീഗിന് വോട്ട് ചെയ്യാനില്ലല്ലോ, അല്ലെങ്കിൽ തന്നെ ഇല്ല. അതിലുള്ള 25 സീറ്റിലല്ലേ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത്
മുസ്ലിങ്ങൾ വേറെ ആളുകൾക്ക് വോട്ട് കൊടുക്കുന്നു. 105 മണ്ഡലങ്ങളിൽ എങ്ങനെയായാലും ഹിന്ദു ഭൂരിപക്ഷമാണ് കൃത്യമായിട്ടും ഉള്ളത്. അതാണ് ഈ 110 എന്ന് പറയുന്ന പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും കണക്ക്. അപ്പോൾ ജയരാജൻ്റെ പുസ്തകത്തിൽ തന്നെ 40 പേജോളം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. ഇതെന്തോ വലിയ സംഭവമാണ് എന്നുള്ള ധാരണയിലാണ് ആത്മകഥയിൽ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ മുക്കത്ത് മുമ്പ് LDF-ഉം ജമാഅത്തെ ഇസ്ലാമിയും കൂടി പഞ്ചായത്തിൽ സഖ്യം ഉണ്ടാക്കി അവർ ഒന്നിച്ച് ഭരിച്ചിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ദീർഘകാലത്തെ ബന്ധം ഉള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ ഹിന്ദു ധ്രുവീകരണം മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ CPM-നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദു മണ്ഡലങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതാണ് 110 എന്ന് പറഞ്ഞ സംഖ്യയുടെ പ്രസക്തി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.